ഒരു ഫുട്ബോൾ ഫ്ലെക്സ് വെച്ചതുകൊണ്ട് ആർക്കാണ് നഷ്ടം? അടുത്തിടെ പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകൾ അഴിക്കുന്ന സംഭവങ്ങൾ കാണാനിടയായി. ചിലപ്പോൾ പരാതികൾ, ചിലപ്പോൾ പിടിവാശികൾ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു യുവാവ് രാത്രി കൂട്ടുകാരോടൊപ്പം റൊണാൾഡോയെയും മെസ്സിയും നെയ്മറെയും പറ്റി സംസാരിക്കുന്നതാണോ, അല്ലെങ്കിൽ അവൻ ലഹരിയുടെയും മറ്റ് തെറ്റായ വഴികളുടെയും പിന്നാലെ പോകുന്നതാണോ? ഏതാണ് നല്ലത്? ഇന്ന് കേരളം ലഹരിക്കെതിരെ പോരാടുകയാണ്. ഓപ്പറേഷൻ തുഫാൻ വരെ കൊണ്ടുവരേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു ഫ്ലെക്സ്, ഒരു ജേഴ്സി, ഒരു കൊടി, ഇതൊന്നും വെറും തുണിക്കഷ്ണങ്ങൾ മാത്രമല്ല. ടീം ഏതായാലും പ്രശ്നമില്ല. പോർച്ചുഗൽ ആകട്ടെ, അർജന്റീന ആകട്ടെ, ബ്രസീൽ ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഫുട്ബോൾ എന്ന വികാരമാണ് പ്രധാനപ്പെട്ടത്. അതിനാൽ കഴിയുന്നത്ര യുവാക്കളുടെ ഈ ഫുട്ബോൾ ആവേശത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അവരെ ഒന്നിച്ചു കൂട്ടാം. വലിയ സ്ക്രീനുകളിൽ കളി കാണിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കാം. നല്ല മത്സരങ്ങളും നല്ല സൗഹൃദങ്ങളും നല്ല ഓർമ്മകളും ഉണ്ടാക്കാം. അതിനായി കേരളത്തിലെ ക്ലബ്ബുകളും പാർട്ടി ഓഫീസുകളും എല്ലാം മുന്നിട്ടിറങ്ങേണ്ട സമയമാണിത്. കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു യുവാവിനേക്കാൾ ഫുട്ബോൾ എന്ന ലഹരിയിൽ ജീവിക്കുന്ന ഒരു യുവാവിനെയാണ് ഇന്നത്തെ സമൂഹത്തിന്, അതായത് ഇന്നത്തെ കേരളത്തിന് ആവശ്യം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ. ഫുട്ബോൾ എന്ന ലഹരിയിലൂടെ കേരളത്തെ മുക്കുന്ന ലഹരിയെ നമുക്ക് അതിജീവിക്കാം. Plus Academy, the final word in German learning. We don't just teach, we make you speak. Visit plusacademy.com and book your free trial class.